ഹലോ ഗായ്സ്, ഞങ്ങളുടെ ചാനൽ കിവി വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എനിക്കും ബിട്ടോയ്ക്കും ഇന്ന് ഡേ ഓഫാ. അതേ ബിട്ടോയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെയിലാറിയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ബ്രിട്ടോയുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഐസ്ക്രീം തിന്നാൻ പോകാന്നുള്ളൊരു ഐഡിയ വന്നേ. അപ്പോൾ വെജിമാർട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ ഒരു ബെറി ഷോപ്പ് ഉണ്ട്. അവിടെ ഒത്തിരി നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ വിളിച്ചായിരുന്നു. അവരിപ്പം 20 അടയ്ക്കും. ഞങ്ങൾ പോയിന്ന് 2 ഐസ്ക്രീം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കയറി കാറ് നിർത്തി വണ്ടിയിൽ കിടന്ന് ഒരു മാസ്ക് എടുത്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾ എവിടെ പോയാലും മാസ്ക് മറന്നു പോകും. കണ്ടാലറിയാം. കണ്ടോ, ചുളുങ്ങി കൂടിയൊക്കെ ഇരിക്കണേ. കിട്ടിയതായി. അപ്പോൾ മാസ്ക് കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഐസ്ക്രീം തിന്നാൻ പോകാം. സോറി. അപ്പൊ ഇതാണ് ഷോപ്പ്. ഒരു ചെറിയ ഷോപ്പാ. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്നാ പ്ലാൻ? ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രക്ഷോഭവും വിഷ്ണുവും ജോലിക്ക് പോയേക്കാണ്. അവരെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർ കണ്ടിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഇതാണ് ഞങ്ങളുടെ സ്റ്റീവ് അപ്പൂപ്പൻ. How are you, Steve? I'm good there. I'm good. Say one hi. Hi. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റീവ് അപ്പൂപ്പൻ. അപ്പൂപ്പൻ ഫുൾ സപ്പോർട്ടാണ്. അപ്പൂപ്പൻ്റെ വീട്ടിലാണ് പ്രക്ഷോഭേട്ടും വിഷ്ണു ചേട്ടനും നിൽക്കണത്. My messy shirt on. That's all right. My gardening shirt. അങ്ങനെ ഒത്തിരി നേരത്തെ കട്ട പോസ്റ്റിന് ശേഷം നമ്മുടെ പ്രക്ഷോഭിനെയും വിഷ്ണുവിനെയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ചായ കുടിക്കാൻ പോവാം. ഐസ്ക്രീമിൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ചായ കുടിക്കുന്ന ടൈമായല്ലോ. ഒരു ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങൾ നേരെ പോകുന്നത് സമ്മർ ബീച്ചിലോട്ടാണ്. ഇവിടുത്തെ നല്ലൊരു ബീച്ചാണ് സമ്മർ ബീച്ച്. സമ്മർ ആയതുകൊണ്ട് നമ്മൾ സമ്മർ ബീച്ച്. ഇപ്പോൾ സമ്മർ ബീച്ച് എത്തി. സമ്മർ ബീച്ചിലാണ്. ഓൾറെഡി കുറച്ച് ക്ലിപ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. നല്ല രസമുണ്ട്. നല്ല വെതറാണ്. നല്ല ചൂടായിരുന്നു നേരത്തെ. ഇപ്പോൾ നല്ല കാറ്റൊക്കെ. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കതൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ പേര് സർഫിങ്. സർഫിംഗ് അല്ല, സർഫിംഗ്. ഇവളെ കാര്യം കൂട്ടിയത്. അപ്പൊ ഇതാണ് നമ്മുടെ കേവ്. ഗുഹ. അപ്പൊ ഇതിനെ പറ്റി പറയുവാണെങ്കിൽ പണ്ട് പഴശ്ശിരാജ വിളിച്ചിരുന്ന
ന്യൂസിലാൻഡിലെ പഴശ്ശിരാജ ഒളിച്ചിരുന്ന ഗുഹയാണിത്. നല്ല തണുപ്പുണ്ട് കേട്ടോ അതില്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല ഗൈസ്. ഇതിനെപ്പറ്റി നമുക്ക് അറിയാനുള്ളത് വിഷ്ണുവിന് കുറച്ച് കാര്യങ്ങൾ അറിയാനെ പറ്റി. ഒന്നും അറിയില്ല, എല്ലാം അവളോട് ചോദിച്ചോളൂ. ഇതിനെപ്പറ്റി പറയാൻ ചരിത്രബോധവും ഇവനെ പോലുള്ള പേടിത്തൊണ്ടനോടാണ് ഗൈസ് നമ്മൾ അഭിപ്രായം ചോദിച്ചത്. ഞാൻ പേടിച്ച പോലെ തോന്നിയില്ലേ? പിന്നെ ഗുഹയിൽ വലിയ ലൈറ്റ് ഉണ്ടോ? ഞങ്ങൾക്ക് ഗുഹയെ പറ്റി പറയാനുള്ളത് ഗുഹയിൽ നല്ല ഇരുട്ടാണ്. അതാണ് ഞങ്ങൾക്ക് അറിയാൻ കാര്യം. വെള്ളപ്പൊക്കം വരുമ്പോ തന്നെ എടുക്കുക തുഴയോ രക്ഷപ്പെട്ടോ. നമ്മുടെ വേലായിട്ട് പിടിച്ചിട്ടാണ് വരാണ്. ഇതിലേക്ക് ആരും കറക്കണ്ട. നമ്മുടെ എല്ലാ വീടിലും വേലായുധമുണ്ടല്ലോ. ഇതിൽ എഴുതി വെക്കുന്നുണ്ടോ എപ്പോ വേണേലും പാടി. ഇതിനെപ്പറ്റി അറിയില്ല എന്ന് തൊട്ടു മുമ്പ് തമാശയ്ക്ക് പറഞ്ഞെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വോൾക്കാനിക് ഫോർമേഷന്റെ ഭാഗമായിട്ട് രൂപം കണ്ട ഒരു അസാധാരണ കേവ് റോക്ക് ആണ് കേട്ടോ. ദാമുചേട്ടൻ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്താ അവിടെ കേക്ക് കട്ടിങ്ങെല്ലാം ഉണ്ടോ? വിഷ്ണു ചേട്ടൻ എന്നോട് എന്താ ആംഗ്യം കാണിച്ചു, പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. ഫോട്ടോഗ്രാഫർ ഓടുന്നു. എന്തിനാ ഓടണേന് ഓർണാക്കലേ അറിയത്തുള്ളൂ. ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറി ഇപ്പുറത്തേക്കൂടെ ഇറങ്ങി വന്നു. ഇനി ഇതിന്റെ മോളിൽ കയറി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളിത് നോക്കൂ, എത്ര മനോഹരമായ കാഴ്ച. ഇവിടെ വരുവാണെങ്കിൽ വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കാൻ പാകത്തിന് വന്നം. ഇതെന്താ സാധനം അങ്ങോട്ട് പോയി നോക്കിയാൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഓർത്തത് ഇവിടുത്തെ ആളുകൾ ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കഥ നോക്കിയത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ജോസഫ് ഡേ എന്ന് പറയുന്ന ആൾ കപ്പലുകളുടെ സിഗ്നൽ നൽകാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി സമയകാലത്ത് 26 പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇനി താഴോട്ട് പോവുകയാണ്. നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോകാൻ പ്ലാനുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അതേതാ സ്ഥലത്ത് പോകുന്ന വഴിക്ക് ഞാൻ അറിയിക്കാം. ഞാൻ കുറച്ച് ഉറക്കെ പറയുന്നത് ഇവിടെ ഭയങ്കര കാറ്റാ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്നും ഫോണിൽ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കാറി കൂവുന്നത്. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങള് സംനർ ബീച്ചിൽ നിന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോകുന്ന വഴിയാണ് കാണാൻ. ഡ്രൈവർ പ്രശോഭാണ്. അവന് ഇന്നാണ് മറ്റേ പൈലറ്റിന്റെ ലൈസൻസ് കിട്ടിയത്. അതിന്റെ എല്ലാ അഭ്യാസമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ചവിട്ടി പൊളിക്കുക. വളവൊക്കെ വളക്കണേടാ മുത്തേ. ഇപ്പൊ ബാക്കിലിരിക്കുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടർലയിലൊക്കെ ഓരോ റൈഡിൽ കയറില്ലേ, തല ഇറങ്ങിയിട്ട് പാടില്ല. എന്റെ ഫോൺ കിടന്ന് കുലുങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് അവസ്ഥയിലാണ് ഞങ്ങൾ ബാക്കിൽ ഇരിക്കണേന്ന്. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് പൗരാണികത വിളിച്ചോതുന്ന ഒരു കെട്ടിടം ഞാൻ കണ്ടു. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് കെട്ടിടം. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞ ആ സ്ഥലം ഇതാണ്. ഇപ്പോൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കാശ്മീർ ഹില്ലിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈഷ്ണവ ജനത് നല്ല ചൂട് കാപ്പി. നോക്കിയേ ഏഞ്ചൽസിനെ കാണണോ?
ഞാൻ പിന്നെ വേറൊരു സാധനം കൂടെ കണ്ടുപിടിച്ചു. കണ്ടോ, ഇതെന്താ ദൈവമേ, ഇതിൻ്റെ മുകളിലും എന്തൊരു സാധനമുണ്ട്. ഈശ്വര, കാറ്റ്, പേടിയൊന്ന്, ഞാൻ പോട്ടെ. നമ്മൾ ഹിൽ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ഇവരെ കാണിച്ചില്ലായിരുന്നോ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ കോഫി. ഇത് സൂക്ഷിച്ചുവോ? അതിൻ്റെ ഇടയ്ക്ക് വിട്ടോ എന്തോ സാധനം കണ്ടു. അത് തിന്നുന്ന സാധനമാണോ എന്ന് അറിയാൻ വേണ്ടി പറിക്കാൻ വേണ്ടി പോയേക്കുക. വിട്ടോക്ക് എവിടെ പോയാലും ഇങ്ങനെ ഒരു സ്വഭാവമുള്ളതാ. എന്തെങ്കിലും സാധനം ഇങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് പോയി നോക്കും. ആപ്പിളോ? പിന്നെ നല്ല ആപ്പിളാണോ? ബേബി ആപ്പിൾ അല്ലേ? ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട് മേടിച്ചിരിക്കുന്ന സാധനം ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകും. അവിടെ എന്താ വ്യൂ ഉണ്ടോ? നല്ല ഫിഷ് ഉണ്ടോ? നല്ല ക്രിസ്പിയാണ്. നല്ല ചിപ്സാണ്. ന്യൂസിലൻഡിന്റെ ഒരു പ്രത്യേകമായ ഒരു ഫുഡാണ്, തനതായ ഭക്ഷണമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. വീട്ടിലൊന്നും കുക്ക് ചെയ്യാത്ത സമയത്ത്, നല്ല വിശപ്പുള്ള സമയത്ത് ഓടിപ്പോയി മേടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നല്ല നല്ല ചില്ലിങ് വെതറാണ്. അടിപൊളി അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ആവശ്യത്തിന് മുമ്പ് ഞങ്ങൾ ആരും ജാക്കറ്റ് എടുത്തിട്ടില്ല. ഇവിടെ നിൽക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഒന്നാമത് ഹിൽടോപ്പും കൂടി അടിപൊളി. കഴിഞ്ഞ വീഡിയോയിൽ ചൂടായിരുന്നെങ്കിൽ ഇതിൽ തണുപ്പാണ്. ഇതാണ് എന്റെ ഫിഷ്, ഇത് കോഫി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാശ്മീർ ഹില്ലിന് നമ്മുടെ നാട്ടിലെ കാശ്മീരായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് സർ ജോൺ ക്രാക്രോഫ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇതിന് കാശ്മീർ ഹിൽ എന്നുള്ള പേരിട്ടത്. അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലെ കാശ്മീരിലാണ്. 1854 അദ്ദേഹം ഓസ്ട്രേലിയ വഴി ക്രൈസ്റ്റ്ചർച്ചിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ 108 ഹെക്ടർ സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു. അപ്പം അദ്ദേഹമാണ് ഇതിന് ഇന്ത്യയോടുള്ള അല്ലെങ്കിൽ കാശ്മീരിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഇതിന് കാശ്മീർ ഹിൽ എന്നുള്ള പേരിട്ടത്. ഫ്രണ്ട്സ്, ഈ കാട്ടിൽ നിന്ന് കിട്ടിയ ഒടിച്ചെടുത്ത സാധനമാണിത്. ആപ്പിളും അല്ല, പേരയ്ക്കല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്, അടിപൊളി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നില്ലേ, അത് നോട്ടം ഇട്ട് വെച്ച് തിരിച്ചു വന്നപ്പോൾ ഇവിടെ പോയി ഒരു ബഞ്ച് പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. പേരയ്ക്കയും മാങ്ങയും ആപ്പിളും കൂടി ടേസ്റ്റാ. ഇച്ചതും കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പോണോ? മൊത്തം തിന്നോ അതോ കുറച്ച് അച്ചാറും കുറച്ച് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും? വാവ്, ഞങ്ങൾക്ക് ഇവിടെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ കയറേണ്ട സമയമായി. ഞങ്ങൾ വലിയ ആള് കളിച്ച് വന്നതാണ്, പക്ഷെ ജാക്കറ്റും എടുത്തില്ല. അതുകൊണ്ട് തണുപ്പും കൊണ്ട് ഞങ്ങളപ്പോ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ബൈ.